സുഹൃത്തുക്കളെ, ചിലതൊക്കെ പറയേണ്ടെന്ന് കരുതിയാലും പിന്നെയും പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പോൾ നമ്മളെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു യുവാവ് അവിടെ മണ്ണുകണ്ടിയിൽ പെട്ട് കിടക്കുക. ആ സമയത്ത് ഇപ്പോൾ പിന്നെ ഈ പത്രപ്രവർത്തകർ എന്താ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കണം. ഈ ദൃശ്യമാധ്യമങ്ങൾ ഞാനൊരു കാര്യം കുറച്ച് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ദുർബലമായ ഒരു ഭൂഘടനയുള്ള സ്ഥലത്താണ് ഇത്തരം ഒരു അപകടമുണ്ടായത്. നിരവധി കല്ലും മണ്ണും അവിടെ ഉണ്ടായിരുന്ന ഇടത്തേക്ക് അടർന്നു വീണു എന്ന് വേണം നമുക്ക് കരുതാൻ. അതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ആ സാഹചര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇത് മൊത്തം പിന്നെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ദേഷ്യം വരും. അമ്മാതിരി സാധനങ്ങളാണ് ഇവർ പിന്നെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓരോ ചാനൽ കണ്ടു. പിന്നെ JCB ഇപ്പോൾ ഇടതുവശത്ത് വന്നിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കാകുമ്പോൾ അടുത്ത JCB എത്തും. എന്താണത്? ക്രിക്കറ്റ് കമന്ററിയോ? ഒരു ദുരന്ത സ്ഥലത്താണ്. ഇവരെ നാട്ട് അടുപ്പിക്കാൻ പാടില്ല. ഇതല്ല പത്രപ്രവർത്തനം. അവിടെ ചെന്നിട്ട് ഞാൻ പറയുന്നത് ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല. അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അവിടുത്തെ വിവരങ്ങൾ അറിയാൻ പിന്നെ ലോകമാകെയുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വോയിസ് മോഡുലേഷൻ ശ്രദ്ധിക്കണ്ടേ? ഒരു അപകട സ്ഥലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇത് പിന്നെ മറ്റേ റൊണാൾഡോ പന്തും കൊണ്ട് മുന്നേറുകയാണ്, ലൂയിസ് ഫിഗോ തടയാൻ വേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന മാതിരിയുള്ള ഇതാണോ? അങ്ങനെയാണോ പറയണ്ടേ? അല്ലെങ്കിൽ രോഹിത് ശർമ്മയുടെ അവസാനത്തെ പന്തിൽ സിക്സർ അടിച്ചു എന്നൊക്കെ പറയുന്ന മാതിരിയാണ് ഇവരെ. ഒരുമാതിരി ഒരു പിന്നെ ഔചിത്യ ബോധം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര വൃത്തികേട കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ ദുരന്തത്തിൽ നിന്നിട്ട് പിന്നെ ഈ ആ കുടുംബത്തിന്റെ അടുത്ത് പോയിട്ട് ബൈക്ക് എടുക്കുക. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്തോ അലക്കമില്ല ചോദ്യം അടിച്ചു വിടണമെന്നുള്ള അഭിപ്രായം എനിക്ക്. ഈ കോലും കൊണ്ട് വായിക്കാത്ത കൊണ്ട് എത്തിക്കിട്ട് ഇവരൊക്കെ വല്ല ട്രെയിൻ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? മൊറീസിൽ ട്രെയിൻ ദുരന്തം ഉണ്ടായി, അത് കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഈ ഇവന്മാരൊക്കെ കൂടെ പോയിട്ട് എന്ത് ചെയ്യും? ഇവർ പോയിട്ട് പറയും ഇതാ നമ്മുടെ കൺമുമ്പിൽ ഒരാൾ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിന് വേണ്ടി അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അവര് ഒരു സെൻസ് ഇല്ലാത്ത ഒരു പത്രപ്രവർത്തനം. കഷ്ടം തോന്നുന്നുണ്ടത്. ഞാൻ ന്യൂസ് 18 കണ്ടിരിക്കുന്നു. ന്യൂസ് 18 സംഘം ദുരന്തമുഖത്ത് പറഞ്ഞാൽ പിന്നെ ഇവർ ദുരന്ത നിവാരണ സേനയുടെ ഭാഗമായിട്ട് അവിടെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് പോയതാണ്. തലക്കെട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ പോലെ നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ എന്നുള്ളത് പറയുമ്പോൾ അവിടെ നിന്നാണെങ്കിൽ അവർ പറയാം അവരും കൊടുക്കേണ്ട ഒരു വോയിസ് മോഡുലേഷൻ എങ്ങനെയാണ്? പിന്നെ നമ്മൾ ദുരന്തമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ വലിയ രീതിയിലുള്ള കല്ലും ഒക്കെ പാറകളൊക്കെ അടർന്നു വീണിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മയത്തിൽ പറഞ്ഞു കൂടെ? ക്രിക്കറ്റ് കമന്ററി പറയുന്ന മാതിരി ഇങ്ങനെ പിന്നെ ന്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സംഘം അവിടെ എത്തി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളാണ് ഈ ആൾക്കാർ പുറഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആദ്യം എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അടിച്ചു വിടണമെന്നേ ഇമാതിരി തോന്നിയാസം കാണിക്കുന്നതന്നെ. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ പിന്നെ ഇവർ റിപ്പോർട്ട് ചെയ്യണം. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും പുതിയ പിന്നെ സാങ്കേതിക വിദ്യകളുള്ള വാഹനമാണ്, അതിനകത്ത് എയർ കണ്ടീഷണർ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതൊക്കെ. ഇതിനകത്തൊക്കെ സെൻസിന്റെ കുറവുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അതിനപ്പുറത്ത് ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പിന്നെ നിർത്തുന്നില്ല. സോറി ടു സേ, ഞാൻ പിന്നെ ആ നെഗറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞതല്ല. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിക്കകത്ത് AC ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വണ്ടി ഈ AC എയർ പുറത്തുനിന്ന് വലിച്ചെടുക്കണ്ടേ? ഇത് മണ്ണിനടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എയർ വലിച്ചെടുക്കുക? ആകെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കാര്യം സത്യത്തിൽ ആ ചെറുപ്പക്കാരൻ പിന്നെ അവന്റെ കൂടെയുള്ള ആളും അവര് ഈ വണ്ടിയുടെ ഡോറ് പൊളിഞ്ഞ് ആ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പുഴയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കാട്ടിലോ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനപ്പുറത്ത് ഞാൻ അമിതമായിട്ടുള്ള പ്രതീക്ഷ ഒന്നും വെച്ച് പുലർത്തുന്നില്ല. ആ കുടുംബത്തിന്റെ വിഷമത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട്. ഇത് പിന്നെ കവളപ്പാറ ദുരന്തം എനിക്കറിയാവുന്നതാണ്. 11 പേരുടെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിലൊരു പയ്യൻ എന്ന് പറയുന്നത് പിന്നെ ജിഷ്ണുവിന്റെ പിന്നെ ജ്യേഷ്ഠൻ വിഷ്ണു മിലിറ്ററിക്കാരനായിരുന്നു. അപ്പോൾ അവർ മിലിറ്ററിയുടെ സംഘങ്ങളൊക്കെ വന്നപ്പോൾ അവന് ഹിന്ദി ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അവന്റെ അച്ഛൻ പോയി, അമ്മ പോയി, അവന്റെ ജ്യേഷ്ഠൻ പോയി, അവന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചു നിന്നിരുന്നതാണ് ജിഷ്ണ. അവളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവരുടെ കുടുംബക്കാർ എന്നെ വിളിച്ചിരുന്നു ഈ മിലിറ്ററിക്കാരൊക്കെ വന്നപ്പോൾ സംസാരിക്കാൻ പോയപ്പോൾ. ഞാൻ പറഞ്ഞത് ഇനി ഇതിന്റെ പ്രശ്നം 40 വീട് നിൽക്കുന്ന സ്ഥലമായിരുന്നു. ഓരോ വീട്ടിലും ഒരു കിണറെങ്കിലും ഉണ്ടാവുമല്ലോ. ഈ വെള്ളപ്പാച്ചിൽ വന്നു കഴിയുമ്പോൾ ഈ ബോഡി ഈ ആള് ഈ കിണറ്റിലേക്കാണ് ഒഴുകി വീണതെന്നുണ്ടെങ്കിൽ എത്രയോ അടി താഴ്ചയിലാണ്. അപ്പൊ എത്ര മണ്ണ് നീക്കിയാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. 100 അടി താഴ്ചയിലേക്കാവും ചിലപ്പോൾ ഉണ്ടാകുക. ഇതൊക്കെയാണ് ഇതിന്റെ വിഷയം. പിന്നെ മറ്റൊന്ന് ഈ AC, ഞാൻ പറഞ്ഞില്ലേ AC ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായൊരു സെൻസ് വേണ്ടേ? AC പിന്നെ ഈ ഇവര് പിന്നെ ഭാരത് ബെൻസിന്റെ വലിയ സംഭവം വണ്ടിയാണ്. ഭാരത് ബെൻസിന്റെ പിന്നെ അഡ്വർടൈസ്മെന്റ് പൈസ മേടിച്ചിട്ടാണ് ഒരു വാർത്ത ചെയ്തെന്ന് എനിക്ക് തോന്നിപ്പാറുണ്ട്. ഉണ്ണികൃഷ്ണൻ അവിടെ കമന്റ് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാ പറയണത്? AC മണ്ണിനടി കിടക്കുന്ന AC എങ്ങനെയാണ് എയർ വലിച്ചെടുക്കുക? 2,
ക്യാബിനിൽ കുറച്ച് വെള്ളമേ വെക്കുകയുള്ളൂ. ബാക്കി ഇവർ വെള്ളവും പിന്നെ ബാക്കിയുള്ളതും കുക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട് ഇത്തരം വലിയ വണ്ടികൾക്ക്. ഇത് പിന്നെ ബോക്സിലാണ് വെക്കുക, പുറകിലാണ് വെക്കുക, സൈഡിൽ. ഇവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു യാത്രയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ. ഈ വണ്ടിക്കകത്ത് പിന്നെ കുറച്ച് വെള്ളമേ വെക്കുകയുള്ളൂ. 4 ദിവസമായി വെള്ളമില്ല. എന്നിട്ട് അവിടെ പോയിട്ട് മറ്റേ പിന്നെ അമ്മൂമ്മയുടെ വാർത്ത ചെയ്യുന്നു. JCB മാന്തിക്കൊണ്ടിരിക്കുകയാണ്, ആഴത്തിൽ മാന്തുകയാണ്, കല്ലെടുത്ത് വശത്തേക്ക് നീക്കിയിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒച്ചയെങ്കിലും ഒന്ന് കുറച്ചുകൂടെ. ഞാൻ പറഞ്ഞൊരു മയത്തിൽ പറഞ്ഞോട്ടെ, ഇവരിതൊക്കെ റിപ്പോർട്ട് ചെയ്യട്ടെ, ഒരു വിരോധമില്ല, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തോട്ടെ, പക്ഷെ ഒരു മയത്തിൽ പറഞ്ഞൂടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, അപകട സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സർക്കാരിന്റെ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കവളപ്പാറയിലൊക്കെ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ എത്തിച്ചേരലെന്നെ ദുഷ്കരമായിരുന്നു. പക്ഷേ ജനവും പിന്നെ സന്നദ്ധ സേവകരും പോലീസും ഫയർഫോഴ്സും ദേശീയ ദുരന്ത നിവാരണ പിന്നെ സേനയും ഒക്കെ എത്തിയിട്ട് ഈ 11 പേരെ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. അവിടെ ഈ ആഘോഷമല്ല നടന്നത്. ഞാൻ അവിടെ ആ സമയത്ത് പോയതാ. അങ്ങനെ പിന്നെ ഉള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തിട്ടില്ല. DK ശിവകുമാറും പിന്നെ സിദ്ധരാമയ്യും ഒക്കെ രാഹുൽ ഗാന്ധി വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ കേൾക്കണവരാണല്ലോ. കേരളത്തിൽ നിന്നാണല്ലോ കേസ് ചെയ്യണ പോലുള്ളത്. പെട്ടെന്നുള്ള ആക്ഷനിലേക്ക് പോകണ്ടേ? 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇവർക്ക് നേരം വെളുത്തത്. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മളെ ഈ ഇത്തരം പിന്നെ കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മളെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനാണെന്ന് എനിക്കറിയില്ല. പാരിസ്ഥിതികമായി ലോല പ്രദേശങ്ങൾ, ദുർബലമായ ഭൂമി ഘടനയുള്ള പ്രദേശങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ മണ്ണും പിന്നെ എടുത്ത് ഈ പിന്നെ ആൾക്കാരെ തെരയാനും JCB ഉപയോഗിക്കുന്നത്, ഈ ദുരന്തം ഉണ്ടാക്കുന്നതിനും JCBക്ക് വലിയ പങ്കാ. ഇപ്പൊ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുണ്ട് റോഡിന്റെ സൈഡ് എത്ര ഉയരത്തിലാണെന്നറിയാം. മണ്ണ് അടിച്ച് കയറ്റി ഈ മണ്ണ് മാഫിയെ കൊണ്ടുപോയതാ. എപ്പോഴൊക്കെ ഇടിച്ചു വീഴുകയെന്നറിയില്ല. കവളപ്പാറ ദുരന്തത്തിലും JCBക്ക് വലിയ പങ്കുണ്ട്. കൊണ്ടുവന്ന് ഈ പാരിസ്ഥിതികമായിട്ട് ദുർബലമായിട്ടുള്ള പ്രദേശത്ത് മുഴുവൻ റബ്ബർ പ്ലാറ്റ്ഫോം കെട്ടി, ഈ മൊത്തം ഒരു മല മുഴുവൻ, ആ ഇടിഞ്ഞു വീണ മല മുഴുവൻ റബ്ബർ തൈയായിരുന്നു. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ വെള്ളം വീഴും. ഇതിന്റെ പ്രശ്നം, ഭൂമിയിൽ ആഴത്തിൽ പിന്നെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പം ഒരു 100 അടി താഴ്ചയിലോ 50 അടി താഴ്ചയിലോ ചിലപ്പം പാറയുടെ നിരപ്പാവും. ഈ പാറയുടെ നിരപ്പാവുന്ന പ്രശ്നം, ഈ വെള്ളം വന്ന് ഇവിടെ ഇത് കെട്ടിക്കിടന്ന് അവസാനം ഈ പാറയുടെ മുകളിലുള്ള മണ്ണ് ഒന്നായിട്ട് ഒഴിച്ചു വരും. ഇതൊക്കെ സാമാന്യമായ യുക്തിക്ക് അനുസരിച്ച് ആലോചിച്ചാൽ പോരെ. ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ നിർബന്ധപൂർവം അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും എവിടെയെങ്കിലുമൊക്കെ വല്ല ഫ്ളാറ്റൊക്കെ വെച്ച് കൊടുക്കുക, എല്ലാവർക്കും വീടിനുള്ള സൗകര്യങ്ങൾ വേറെ പ്രദേശത്ത് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യണം. അവരവിടെ കൃഷി ചെയ്തോട്ടെ, അവിടെ താമസിക്കേണ്ടെന്ന് പറയണം. മനുഷ്യരുടെ ജീവനല്ലേ വലുത്. അതിപ്പോ വയനാട് ജില്ലയിലാണെങ്കിലും ഇടുക്കി ജില്ലയിലാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം പ്രദേശങ്ങളിൽ അതിനെന്ത് ചെയ്യണം? ആദ്യം നല്ല സർവേ നടത്തണം ജിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓരോ ജില്ലയിലും കളക്ടർമാരെയും ചുമതലപ്പെടുത്തണം. എല്ലാ പ്രദേശങ്ങളും കവർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. എക്സ്ട്രാ സ്റ്റാഫിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കണം. ഇവർക്ക് അതിനും നേരമില്ലല്ലോ, ടൂർ പോകാനല്ലേ നേരമുള്ളൂ ഉള്ള പൈസയ്ക്ക്. പിന്നെ KV തോമസിനെ പോലുള്ളവർക്ക് അലവൻസ് കൊടുക്കാനും എന്തുണ്ടാക്കാനെന്ന് അറിയില്ല. നാട്ടിൽ മനുഷ്യർ ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഈ സർവേ നടത്തിയിട്ട് എവിടെയാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അതായത് വില്ലേജ് ഓഫീസർമാരോട് പറഞ്ഞാൽ മതിയേ. ഓരോ വില്ലേജിലും പിന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സർവീസിന് ഒരാളെ ഒരു 2 മാസത്തേക്ക് കൊടുത്താൽ മതി. 2 മാസം കൊണ്ട് ഒരു വില്ലേജിനകത്തുള്ള സർവേ മൊത്തം നടക്കും. എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സും മേടിക്കണം. PP കിറ്റ് മേടിച്ച മാതിരി അഴിമതി നടത്താനല്ല, മാസപ്പടി മേടിക്കാനുമല്ല. എന്നിട്ട് എക്യുപ്മെന്റ്സ് മേടിച്ച് ഇത് പിന്നെ കൃത്യമായിട്ടുള്ള സർവേ നടത്തി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ദുർബലമായ പ്രദേശങ്ങൾ മാർക്ക് ചെയ്ത് ആ പ്രദേശത്ത് എത്ര വീടുണ്ടെന്നുള്ള കണക്കെടുത്ത് അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടാവണം. അവർ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആ വീടിന് പൊളിച്ചോളണം, വേറെ വീടുണ്ടാക്കി കൊടുക്കണം. അത് വേറെ കാര്യം. എന്നിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇപ്പൊ ഇവിടെ പോയത് അർജുൻ മാത്രമല്ല, അവിടെ ഈ പെട്ടിക്കട പിന്നെ നടത്തി ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ 5 പേരോ 6 പേരോ പോയി. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഗ്രാമീണരായ ആൾക്കാർ, ആ കുടുംബം പോയി മണ്ണില്. അച്ഛനും അമ്മയും മക്കളും ഒക്കെ പോയി. അവർ അവിടെ കട നിർത്താൻ പറ്റാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ പെർമിഷൻ കൊടുക്കരുത്. കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ടുള്ള വേറെ സ്ഥലത്തേക്ക് ആക്കണം. മഴ പെട്ടെന്ന് പെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മഴ പെയ്താൽ ഒരു പിന്നെ മേഘസ്ഫോടനം അല്ലെങ്കിൽ ഒരു പിന്നെ ശക്തമായ മഴ പെയ്താൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്യണം. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്യണം. ഇതിപ്പോ ഒരുപാട് ആനപ്പണിയൊന്നുമല്ലല്ലോ, എല്ലായിടത്തും പൊട്ടൊന്നുമില്ലല്ലോ. മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും അത് ചെയ്താൽ മതി. അതിന് ഇത്ര വലിയ റിസ്ക് ഒന്നുമില്ല. എന്തായിരുന്നാലും പിന്നെ വല്ലാത്തൊരു ഇതാ തോന്നുന്നത് ഇവരൊക്കെ ഈ കമന്ററികൾ കേൾക്കുമ്പോൾ.
ഒരു വോയിസ് ഒന്ന് ശബ്ദം കുറച്ചൊരു മയത്തിലൊക്കെ പറ. അതേപോലെ തന്നെ ആ വീട്ടിൽ പോയിട്ട് മയക്കും കൊണ്ട് കുത്തി ചെല്ലാതിരിക്കുക. ആ അച്ഛന്റെയും പിന്നെ അമ്മയുടെയും പിന്നെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് അത് ചെയ്യാതിരിക്കുക. അവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചിലപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനാവും തോന്നുക, അവർക്ക് പിന്നെ ഇരുന്ന് പിന്നെ ഒന്ന് കരയാനാവും തോന്നുക. അവര് പിന്നെ കൂടുതലും പ്രാർത്ഥനയുടെ സമയത്തായിരിക്കും. ഇപ്പം അത് ചെയ്യുമ്പം അവിടെ പിന്നെ ഉള്ള സമയത്ത് ഇവര് പോയിട്ട് ഒരു മീഡിയക്കാരൻ ചെല്ലും, അടുത്ത മീഡിയക്കാരൻ ചെല്ലും. എന്തൊരു കഷ്ടം അത്, സ്വസ്ഥത കൊടുക്കാതെ. ഞാനിപ്പോ ഈ പിന്നെ ഇവിടെയൊക്കെ പോയിട്ടുള്ളപ്പോ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പം ഈ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാനസിക ദുർബലമായിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തണമെന്നല്ല. ഇപ്പൊ ഈ വിശാഖപട്ടണത്തെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വലിയ കുന്നുകളുണ്ടാവും. അതിൽ നമുക്ക് തന്നെ കാണാം വലിയ വലിയ പാറ, താഴെ വീടുകളുണ്ടാവും. ഈ പാറ എങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് ഉരുണ്ട് വീണാൽ കഴിഞ്ഞു. ഒരു വീട് രണ്ട് വീടൊക്കെ നല്ല തകരുക, അത്രയും തകർക്കാൻ പറ്റിയ വലിയ വലിയ പാറകളാണ്. അതൊക്കെ ഉരുളം കല്ലുകൾ പോലെ കിടക്കുക. അത് എന്തോ ഒരു ഇതിൽ പിന്നെ അവിടെ ഇത്ര വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് അപകടം ഉണ്ടാവാത്തത്. ഇത് രാജ്യത്താകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. എന്തായിരുന്നാലും മാധ്യമപ്രവർത്തകർ ചെറിയൊരു ഔചിത്യബോധം കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ഓക്കെ.